അല്ലാഹുവിന്റെ ഔലിയാക്കന്മാര് ആ മഹാന്മാരുടെ ഖബറിന്റെ ചാരത്ത് ചെല്ലുമ്പോൾ ആദരവുണ്ടാകണം, ബഹുമാനമുണ്ടാകണം, അവരോടുള്ള അദബും മര്യാദയും ഉണ്ടാകണം. ആ നിലയിൽ വേണം അവരെ കാണാൻ പോകാ. അല്ലാതെ പെങ്ങളെ നിനക്കൊക്കെ തോന്നുന്നത് പോലെയല്ല. ചെറുപ്പക്കാരാ, നമ്മളൊക്കെ വെറുതെ കളിയും തമാശയുമല്ല. അവരാരാണെന്നറിയോ? അവരുടെ യോഗ്യത എന്തെന്നറിയോ? അവരുടെ ക്വാളിറ്റി എന്തെന്നറിയോ? എനിക്ക് നിങ്ങൾക്കും അവരുടെ പരിസരത്ത് പോയി നിൽക്കാനുള്ള അർഹത പോലുമില്ല. നമുക്കതിനുള്ള യോഗ്യത പോലുമില്ലടോ. അവരൊക്കെ നടന്നു പോയ വഴിയോരത്ത് ഒരു കാൽച്ചുവടെടുത്ത് വെക്കാൻ എനിക്കും നിങ്ങൾക്കും അർഹതയില്ല. കാരണം അവരാരാണെന്നറിയോ? അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം. അവരാരാണെന്നറിയോ? അവരുടെ ഒന്നാമത്തെ യോഗ്യത എന്തെന്നറിയോ? അവരുടെ ഒന്നാമത്തെ ക്വാളിറ്റി എന്തെന്നറിയോ? അവർക്ക് ഈ ലോകത്ത് അല്ലാഹനെ അല്ലാതെ വേറൊരു മഖ്ലൂക്കിനെയും പേടിയില്ല. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാര്, ആ ഔലിയാക്കന്മാരുടെ ഒന്നാമത്തെ സ്വഭാവം എന്തെന്നറിയോ? ലാ ഖൗഫുൻ അലൈഹിം. ഈ ലോകത്ത് അവർക്ക് അല്ലാഹനെ അല്ലാതെ, പടച്ച റബ്ബിനെ അല്ലാതെ ഈ ലോകത്തൊരു മഖ്ലൂക്കിനെയും അവർക്ക് പേടിയില്ല. അവർക്ക് അല്ലാഹനെ മാത്രമേ പേടിയുള്ളൂ. ഈ ലോകത്ത് അല്ലാഹനെ അല്ലാതെ ഒരു കൊലകൊമ്പനെയും അവർക്ക് ഭയമില്ല. അതായിരുന്നടോ അവരുടെ ഒന്നാമത്തെ ക്വാളിറ്റി. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കും ആ ക്വാളിറ്റി ഉണ്ടാകണം സഹോദരാ. നമുക്ക് അല്ലാഹ് ആരാണെന്ന് പോലും അറിയില്ല. നമുക്ക് അല്ലാഹ് ആരാണെന്ന് പോലും അറിയില്ല. അല്ലാഹ് ആരാണെന്ന് ഏത് കാലത്താ ഞാനും നിങ്ങളും പഠിക്കുന്നത്? അല്ലാഹ് ആരാണെന്ന് പഠിക്കണം സഹോദരാ. അല്ലാഹനെ കുറിച്ച് പഠിക്കുവാ. ഒരു വാപ്പയുടെ കടമയല്ലേ തന്റെ മക്കൾക്ക് ആദ്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അല്ലാഹനെ കുറിച്ചാ. നമ്മളിൽ ആർക്കാ അല്ലാഹനെ കുറിച്ച് അറിയണേ? അവർക്ക് അല്ലാഹുവിനെ അല്ലാതെ ഈ ലോകത്ത് വേറെ ആരെയും പേടിയില്ല. നമുക്ക് അല്ലാഹ് ആരാണെന്ന് പോലും അറിയില്ല. നമുക്ക് പടച്ച റബ്ബ് ആരാണെന്നുള്ള അറിവ് പോലും ഈ താടിയും തഴമ്പുള്ള എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. അല്ലാഹ് ആരാണെന്ന് മനസ്സിലാക്ക്. അല്ലാഹ് ആരാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിന്റെ പേടിയൊക്കെ പോകും. നിനക്ക് അല്ലാഹനെ കുറിച്ച് അറിയണ അറിവെന്താ? ആകാശം പടച്ചതല്ല, ഭൂമി പടച്ചതല്ല, നിന്നെ പടച്ചതല്ല. ഇങ്ങനെ കേവലം ഒരു 10 വാക്കല്ലാതെ നിനക്ക് അതിനപ്പുറം എന്തറിയാം അല്ലാഹയെ കുറിച്ച്? അല്ലാഹയെ കുറിച്ച് നമുക്ക് പറയാൻ എന്തറിവ്? കൊച്ചുകുട്ടികൾക്ക് പോലും അറിയണോ? ഒരു വാപ്പയുടെ കടമയാണ് ആദ്യം അല്ലാഹ് ആരാണെന്ന് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അല്ലാഹ് ആരാണെന്നാ. 2 നബിതങ്ങൾ ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ നിനക്കറിവുണ്ടാകണമല്ലോ. അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ എന്ത് അർഹതയാ, എന്തറിവായിരിക്കും നിങ്ങൾക്കുമുള്ളത്? അല്ലാഹനെ കുറിച്ച് നമ്മൾ പഠിക്കണം, അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കണം. ആ അല്ലാഹ് ആരാണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ, ആ അല്ലാഹ് ആരാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, ആ അല്ലാഹു നമ്മുടെ ഹൃദയത്തിനകത്ത് കയറി കഴിഞ്ഞാൽ ഒന്നാമതുണ്ടാകുന്ന ഗുണം നിന്റെ പേടി അങ്ങ് മാറും ചെറുപ്പക്കാരാ. നിന്റെ ഭയം പോകും പെങ്ങളെ, നിന്റെ പേടി പോകും. അല്ലാഹു ഹൃദയത്തിന്റെ അകത്ത് കഴിഞ്ഞാൽ പേടിയാണ് ആദ്യം പോകുന്നത്, ഭയം നഷ്ടപ്പെടുകയാണ്. പടച്ചവനെ അല്ലാഹനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല ഞാനും നിങ്ങളും. അതിന് പതിറ്റാണ്ടുകൾ ജീവിക്കണമെന്നില്ല. 40, 50, 60 കൊല്ലമായി മുസ്ലിമായി ജീവിക്കണമെന്നില്ല. ഒരു നിമിഷം മതി മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാൻ. ഞാനൊരു ചരിത്രം പറയട്ടെ പെങ്ങളെ. ഒരുപാട് വാഴ കേൾക്കുന്നവളല്ലേ നിങ്ങള്? ഞാനും നിങ്ങളും ഒരുപാട് വാഴ കേൾക്കുന്നവരാണ്. പടച്ചവനെ, പെണ്ണുങ്ങൾ 24 മണിക്കൂറും വാഴാണ്. പടച്ചവനെ, ഉസ്താദന്മാരുടെ പ്രസംഗം ഓൺലൈനായി കേൾക്കുന്നവരാണല്ലോ. മൊബൈൽ മുഴുവനും വാഴാണല്ലോ പെങ്ങള്, മൊബൈൽ മുഴുവനും വാഴാണല്ലോ. എന്നിട്ട് ജീവിതത്തിൽ നിനക്കൊക്കെ വല്ല മാറ്റവുമുണ്ടോ? പറയുന്നവനുമില്ല, കേൾക്കുന്നവനുമില്ല.